എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്ന് നമ്മുടെ കേരളത്തിൽ UDF കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF കേരളത്തിൽ വിജയിച്ചപ്പോൾ കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെട്ട അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ട അല്ലെങ്കിൽ പൊതുനിരത്തിൽ ക്രൂശിക്കപ്പെട്ട രണ്ട് നേതാക്കളുണ്ട്. അതായത് കേരളത്തിലെ രണ്ട് ജാതി സംഘടനകളുടെ നേതാക്കൾ, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. ഈ കോൺഗ്രസ് വിജയിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെയും അതുപോലെ തന്നെ സുകുമാരൻ നായർക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നത് കോൺഗ്രസ്സുകാരൊന്നല്ല, കോൺഗ്രസ് പ്രവർത്തകരല്ല, പിന്നെ ആരാണ്? ലീഗിലെ ഈ മതം ഇലിൽ കുത്തിയ കുറച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഇവർക്കെതിരെ വിദ്വേഷമുള്ള ഭീഷണിയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നത്. ഇവർ ഈ മുദ്രാവാക്യത്തിലൂടെ ചോദിക്കുന്നത് ഏതവനടാ വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായ സംഘടനയിലെ ഒരു നേതാവാണ്. അതുപോലെ തന്നെ സുകുമാരൻ നായർ എന്ന് പറയുന്നത് നായർ സംഘടനയിലെ ഒരു നേതാവാണ്. ശരിക്കും ഇവർ ഈ പൊതുസമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈമലർത്തുകയേ തരമുള്ളൂ. എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇവർ ഒരിക്കലും ഒരു ഹൈന്ദവ സംഘടനയുടെ വാക്താക്കളുമല്ല, ജാതി സംഘടനയുടെ മാത്രം വാക്താക്കളാണ്. അതായത് ഈ നായന്മാരുടെ രക്ഷകനായി സുകുമാരൻ നായരും ഈഴവരുടെ രക്ഷകനായി വെള്ളാപ്പള്ളി നടേശനും അവതരിച്ചിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവതാരമെടുത്ത ആൾക്കാരാണ്. ഈ രണ്ട് സംഘടനകളുടെയും നേതാക്കൾ ഒരിക്കലും പൊതുവായ ഒരു ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവരായി അവരുടെ പാടായി, ഞാനും എൻ്റെ തട്ടാനും, അത്രമാത്രം. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും ഈ വെള്ളാപ്പള്ളി നടേശൻ ആരാണ് അല്ലെങ്കിൽ സുകുമാരൻ നായർ ആരാണെന്ന് മുസ്ലിം ലീഗിലെ പ്രവർത്തകർ ചോദിക്കുന്നത്. കാരണം ഇവരുടെ ജാതിക്ക് വേണ്ടി, ജാതീയ താല്പര്യം നിലനിർത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും മുസ്ലിം ലീഗിലത്തെ പ്രവർത്തകർ ഏതവനാട നടേശൻ, ഏതവനാട സുകുമാരൻ നായർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക. കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഈ ലീഗുകാർ പറഞ്ഞ് കണ്ടോടാ ഇത് കണ്ടോടാ, ലീഗാടാ ഇത് ലീഗാടാ. സത്യത്തിൽ ഈ കോൺഗ്രസ് വിജയിച്ചപ്പോൾ കോൺഗ്രസ് ഈ വിജയം ആഘോഷിക്കുന്നതിന് മുന്നേ തന്നെ മുസ്ലിം ലീഗാണ് ആഘോഷിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ അങ്ങനെ തന്നെയാണ്. ഇതിനു മുന്നേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ ആദ്യം ഈ വിജയാഘോഷവുമായിട്ട് മുന്നോട്ട് വന്നത് SDPIയുടെ പ്രവർത്തകരാണ്. കാരണം കോൺഗ്രസിന്റെ വിജയം ആദ്യം ആഘോഷിക്കേണ്ടത് മുസ്ലിം ലീഗും SDPIയും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളായിരിക്കാം. അതായിരിക്കും അവരുടെ ആ ഒരു കീഴ്വഴക്കം. മുസ്ലിം ലീഗിലെ പ്രവർത്തകർ ശരിക്കും ആ മുദ്രാവാക്യം വിളിച്ചത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. അവർ ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് തീരുമാനിക്കുന്നതാണ് നിയമമാണെന്നാണ് അവർ പറയുന്നത്. എന്താ അല്ലേ? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. ലീഗാണ് ഭരിക്കുന്നത്, കോൺഗ്രസ് ആണ് ഇപ്പോൾ ഭരണത്തിൽ വന്നത്, പക്ഷെ ലീഗുകാർ പറയുന്നത് ലീഗാണ് ഭരിക്കുന്നതാണ്. ഓക്കെ, ലീഗ് തന്നെയാണ് ഭരിക്കുന്നത് എന്ന് കരുതിയിട്ട് ലീഗുകാർ മാത്രമല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ മറ്റ് മതസ്ഥരുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, അവരൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജയിച്ചത് കൊണ്ടോ ലീഗ് ജയിച്ചത് കൊണ്ടോ ലീഗിന്റെ നിയമം കേരളത്തിൽ നടപ്പിലാക്കാം എന്ന് വിചാരിച്ചാൽ അത് വേണ്ട. നിങ്ങൾക്കിങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലീഗാണ് വിജയിച്ചത്, ലീഗിന്റെ ഭരണമാണ് വരുന്നത്, അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ടാക്സ് നടക്കണ്ടല്ലോ. പിന്നെ ലീഗ് പറയുന്നത് പോലെ ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ലീഗുകാരൊക്കെ ചിന്തിക്കണം, ഓർക്കണം. മുമ്പ് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പിണറായി സർക്കാരും പിണറായി പോലീസും കയറൂരി വിട്ട പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഓരോ കവലയിലും ഇരുന്നുകൊണ്ട് എപ്പോഴും പ്രസംഗിക്കായിരുന്നു. RSകാരൻ്റെ പേരറിയാം, RSകാരൻ്റെ അഡ്രസ്സ് അറിയാം, RSകാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴി അറിയാം, എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്, എത്ര മണിക്കാണ് കക്കൂസിൽ പോയി തൂറാണ്ട് പോകുന്നത്, എത്ര മണിക്കാണ് ജോലിക്ക് പോകുന്നത്, എത്ര മണിക്കാണ് കുളിക്കുന്നത്, ആരുടെയൊക്കെ നിങ്ങൾ സംസാരിക്കും, നിങ്ങളുടെ ഭാര്യയുടെ വീട് അറിയാം, ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ എപ്പോഴും സംഘപരിവാറിനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള കവലപ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ശരിയാണ്, ഈ കവലപ്രസംഗങ്ങൾ നടത്തിയ ആൾക്കാർ ടാർഗറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരെ ഇവർ വധിച്ചിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഈ ഹിന്ദുക്കൾ തൻ്റെ മതമല്ലാത്ത ഒരുവനെ ഒന്നുകിൽ തൻ്റെ മതത്തിലേക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ തൻ്റെ മതം സ്വീകരിക്കാൻ മടിക്കുന്നവനെ വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവർ ചെറുപ്പത്തിലെ പഠിച്ചു വളരുന്നില്ല. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ടാർഗറ്റ് ചെയ്ത കുറച്ച് ആൾക്കാർ പോപ്പുലർ ഫ്രണ്ടിന്റെ കൈകളാൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ടാർഗറ്റ് ചെയ്തത് ഏകദേശം 900-ന് മേലെ ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ അജയ്യമായിട്ട് ആസൂത്രണം ചെയ്ത് സംഘപരിവാറിനെതിരെ വധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്ത
2047 ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന സ്വപ്നം കണ്ട് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പിന്നെ വാങ്ങിക്കൂട്ടിയത് ചരിത്രമാണ്. പിണറായി സർക്കാരോ പിണറായി പോലീസോ അറിയാതെ രായ്ക്ക് രാമാനം ഇവിടെ NIA വന്ന് തൂത്തുവാരി കൊണ്ടുപോയി. ഇപ്പം കുറേ ആൾക്കാർ തിഹാർ ജയിലിലാണ്. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവണം, രാഷ്ട്രീയത്തിലെ ആശയങ്ങൾ ഉണ്ടാവണം, അതിലൂടെ പ്രവർത്തിക്കണം. പക്ഷേ അതൊരു മതത്തിന് നേരെയോ ഒരു സംഘടനയ്ക്ക് നേരെയോ തിരിയുമ്പോൾ അവിടെ കലാപമുണ്ടാകും. അങ്ങനെ ഒരു കലാപം ഉണ്ടാകുമ്പോൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവനും മതമുള്ളവനും നിരീശ്വരവാദി ഈശ്വരവാദിയൊക്കെ ബലിയാടാകും. അതാണോ ഇപ്പം ഈ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന ആശയം? അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരു വിജയാഹ്ലാദത്തിന് മുറവിളി കൂട്ടുന്നത്. ശരിക്കും മുസ്ലിം ലീഗിലത്തെ ഈ പ്രവർത്തകർ കോൺഗ്രസിന്റെ വിജയിച്ച മുഖത്തിന് കരിവാരി തേക്കുകയാണ് ചെയ്തത്. പൊതുസമൂഹത്തിലേക്ക് ഭീതി വളർത്തുകയാണ് ചെയ്തത്. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഈ രീതിയിൽ പ്രവർത്തിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും സുകുമാരൻ നായരെയും അല്ലെങ്കിൽ വെള്ളപ്പള്ളി നടേശനൊക്കെ രണ്ട് തെരുവിൽക്കുന്നൊക്കെ കേൾക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടായിരുന്നു. കുറച്ച് ചീത്തവിളി അവരും കേൾക്കണമെന്ന് ഞാൻ മനസ്സാ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും ശരി. എന്നാൽ ഈ സുകുമാരൻ നായരെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെയും ചീത്ത വിളിക്കുന്ന കൂട്ടത്തിൽ ഹിന്ദുക്കളെ മൊത്തത്തിൽ താറടിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. അങ്ങനെ ചെയ്യുന്നത് കുറച്ച് കൂടിപ്പോയ കളിയായിരിക്കും. ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയാൽ ആ കളി നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. പണ്ട് പോപ്പുലർ ഫ്രണ്ട് SDPIന്റെ ആൾക്കാർ വിളിച്ചു പറഞ്ഞതുപോലെ മര്യാദക്ക് ജീവിച്ച എല്ലാവർക്കും സുഖസുന്ദരമായിട്ട് മതേതര കേരളമായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാം. ഇനി അതല്ല, നമ്മൾ മുസ്ലിം ലീഗാണ്, ഇനി ഇവിടെ ലീഗിൻ്റെ നിയമമേ നടപ്പിലാക്കൂ, ലീഗ് പറയുന്നതാണ് നിയമം, ലീഗ് പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കേരളം എന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ചെറിയൊരു സംസ്ഥാനം. ഇന്ത്യ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, സംഘപരിവാറാണ്. മറക്കണ്ട. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റൊന്ന് എല്ലാവർക്കും ജയ് ഹിന്ദ്.